കോഴിക്കോട് കഴിഞ്ഞ ദിവസവും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ ആശങ്കയ്ക്ക് പിന്നാലെ കോഴിക്കോട് പുതിയങ്ങാടിയിലെ വീടുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പുതിയങ്ങാടി സ്വദേശി മരിച്ച സാഹചര്യത്തിലാണ് ഈ നടപടികൾ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും ആശാവർക്കർമാരുടെയും നേതൃത്വത്തിലാണ് ക്ലോറിനേഷൻ നടത്തിയത്. ഇന്നലെയാണ് കോഴിക്കോട് ഒരു അമീബിക് മസ്തിഷ്ക ജ്വര മരണം കൂടെ സംഭവിച്ചത്. പുതിയങ്ങാടി സ്വദേശിയായ സച്ചിദാനന്ദനാണ് ഇന്നലെ രാത്രിയിൽ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടത്. ഏറെ ദിവസമായി ഒരാഴ്ചയോളമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതും മരണം സംഭവിക്കുന്നതും. ഏതായാലും സച്ചിദാനന്ദൻ്റെ പുതിയങ്ങാടിലെ വീടിന് പരിസരത്തൊക്കെ കോർപ്പറേഷൻ്റെയും ആശാവർക്കർമാരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ക്ലോറിനേഷൻ യജ്ഞം നടക്കുകയാണ്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന പേരിൽ ഇവിടുത്തെ ജലസ്രോതസ്സുകളൊക്കെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തികൾ നടക്കുകയാണ്. പ്രധാനമായും കിണറുകളാണല്ലേ ശുചീകരിക്കുന്നത്? നേരത്തെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന് ഇൻഫർമേഷൻ കിട്ടുകയായിരുന്നു ഒരു ക്ലീനിങ് നടത്താൻ? ഞങ്ങൾ ഓഗസ്റ്റ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ മരണം സംബന്ധിച്ചിട്ട് രണ്ടാമത് സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയതാണ്. ഓഗസ്റ്റ് മാസത്തിൽ അമീബിക്ക് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഈ വാർഡിലെ എല്ലാ വീടുകളും വാർഡ് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ തന്ന് അതിനനുസരിച്ച് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തതുമാണ്. ഇപ്പോൾ ഈ മരണം സംഭവിച്ചതിനെ കൊണ്ട് അവർ ഈ ഏരിയയിലുള്ള അവിടെ സൂപ്പർ ക്ലോറിനേഷൻ നടത്താൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ വീട്ടിലെ മരിച്ച സച്ചിദാനന്ദൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും അതോടൊപ്പം തന്നെ ടാങ്കിലെ വെള്ളമൊക്കെ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് 2 ആഴ്ച കഴിയും അതിൻ്റെ റിസൾട്ട് കിട്ടാനാണ് പറഞ്ഞത്. രാവിലെ കോർപ്പറേഷനിൽ ആൾക്കാരൊപ്പം വന്നിരുന്നോ? JHI HI ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മരിച്ച സച്ചിദാനന്ദൻ്റെ വീട്. അതിനുള്ള പരിസര പ്രദേശങ്ങളിലെ വീടുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ചെയ്യുകയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും ഒപ്പം തന്നെ ടാങ്കിലെ വെള്ളവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ അസുഖവുമായി ബന്ധപ്പെട്ട സ്രോതസ് എവിടെയാണെന്ന് എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല. അതിനുവേണ്ടിയാണ് ഏതായാലും ജലത്തിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ സ്രോതസ് എവിടെയാണ് എന്നുള്ളത് വ്യക്തമാകാൻ അറിയുകയുള്ളൂ. ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വര മരണം കൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.